റബീഉൽ ആഘോഷങ്ങൾ, കുട്ടികളുടെ പാടലും പറയലും പരിപാടികളും അരങ്ങുകളും വെളിച്ചവും ഒന്നും ഇല്ല എന്ന് സങ്കല്പിക്കുക. എന്താണ് സംഭവിക്കുക? വർഷങ്ങൾ കഴിയുമ്പോൾ ആ മഹാസ്മരണ ഓരോ വർഷവും ഓർമ്മപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇല്ലാതെയാകും. നബിസ്മരണ അത് നമ്മുടെ നാട്ടിൽ നിന്ന് വല്ലാതെ അന്യം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വരും. കുട്ടികളുടെ പാടലിലൂടെയും പറയലിലൂടെയും കുറേ ആളുകൾ ഒരു മാസം വരുന്നതിന് മുമ്പ് ആ ശ്രേഷ്ഠരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസം വരുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഓരോ നാട്ടിലും നടക്കുന്നുണ്ട്. അത് കേവലം ഭൗതികമായ ഒരു തയ്യാറെടുപ്പ് മാത്രമല്ല, മാനസികമായും ശാരീരികമായും നന്നാവണം, ആ ചര്യ പിൻപറ്റണം, ആ ജീവിതത്തെ ഓരം പറ്റി നിൽക്കണം എന്ന ശക്തമായ ചില ഇത്തിബായിയായ ചിന്തകൾ കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ റബീഉൽ ആരവങ്ങളും വെളിച്ചങ്ങളും പരിപാടികളും എല്ലാം ആ ഒരു മഹത്തായ സ്മരണയുടെ ഓരോരുത്തരെയും നിർത്താൻ സഹായിക്കുന്നതാണ്. ഇതില്ലാതായി കഴിഞ്ഞാൽ, ഈ ആശയങ്ങളുടെ മഹാസ്മാരകങ്ങൾ ഇല്ലാതെയായി, ആ മഹാജീവിതത്തെ കേട്ടും പാടുന്നത് കേട്ടും പറയുന്നത് കേട്ടും മനസ്സിലാക്കിയും ഓരം പറ്റി നിൽക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാവുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ നബിദിനങ്ങളും, ഓരോ നബിദിന റാലികളും പരിപാടികളും കുട്ടികളുടെ എല്ലാ പരിപാടികളും ആ മഹത്തായ ആശയങ്ങളുടെ സ്മരണ കൃത്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്.